ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ രാജാവർ വിദ്രോഹി, അതായത് രാജാവും വിപ്ലവകാരിയും എന്നു പേരായ നാടകമാണ്. അതായത് ചാപ്റ്റർ 11. ഈ പാഠഭാഗം രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നാടകമാണ്. ഈ നാടകത്തിൻ്റെ പരിഭാഷ അമർ ഗോസ്വാമിയുടേതാണ്. അമർ ഗോസ്വാമിയാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾക്ക് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കുറച്ച് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം മെയ് 7, 1861 കൊൽക്കത്തയിലാണ് ജനിച്ചത്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതയിലും ഭാഷയിലുമുള്ള അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രതിഭ ജനങ്ങളിൽ എത്തിച്ചിരുന്നു. അദ്ദേഹം നോവൽ, ലേഖനം, ചെറുകഥകൾ, യാത്രാ വിവരണങ്ങൾ, നാടകം, ആയിരക്കണക്കിന് ഗാനങ്ങൾ എന്നിവ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ രചനയാണ് ഗീതാഞ്ജലി. ഓക്കെ, ഈ നാടകത്തിൻ്റെ പരിഭാഷ ചെയ്ത അമർ ഗോസ്വാമി ഹിന്ദിയിലെ ഫേമസ് ആയ സാഹിത്യകാരനും നോവലിസ്റ്റുമാണ്. അദ്ദേഹം രാജ്യത്തെ പ്രസിദ്ധമായ മാസികകളായ മനോരമ, ഗംഗ എന്നിവയിൽ വളരെ കാലം പ്രവർത്തിച്ചിരുന്നു. ഇദ്ദേഹം സാഹിത്യ സ്ഥാപനമായ വൈചാരികിയുടെ സ്ഥാപകനായിരുന്നു. അനേകം സാഹിത്യ മാസികകളുടെ എഡിറ്ററായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് രാജാവർ വിദ്രോഹി എന്നു പേരായ ഈ നാടകത്തിൻ്റെ കഥ മലയാളത്തിൽ ചുരുക്കി പഠിക്കാം. അടുത്ത വീഡിയോയിൽ ഓരോ പാരഗ്രാഫ് വായിച്ച് മീനിങ് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ മുമ്പത്തെ നമ്മളെ കബ് തെക്കി എന്ന പാഠഭാഗം വരെയാണ് സെക്കൻഡ് ടേം പരീക്ഷയ്ക്ക് നമുക്ക് ഉണ്ടാവുക. ഇത് നമ്മൾക്ക് അടുത്ത പരീക്ഷയിലേക്ക് കൂട്ടാനുള്ളതാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇവിടെ അതായത് 5ാമത്തെ യൂണിറ്റിൽ കുല ആസ്മാൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഓപ്പണായി കിടക്കുന്ന ആകാശം. ഇനി നമുക്ക് ഈ നാടകത്തിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം, കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. രാജൻ, അതായത് രാജാവാണ്. രാജൻ എന്ന് പറഞ്ഞ ആള് രാജാവ്. ജിതേൻ എന്ന വ്യക്തി മന്ത്രി. ഉപേൻ ന്യായാധിപൻ, അതായത് ജഡ്ജി. ഹേം വിദ്രോഹിയാണ്, വിപ്ലവകാരി, ക്രാന്തികാരിയാണ് ഹേം. സേനാപതി, അതായത് സൈനിക തലവൻ, പട്ടാള തലവൻ. സൈനിക്, പട്ടാളക്കാരൻ, അതായത് സൈനികൻ. കുച്ച് ജനത, കുറച്ച് ജനങ്ങളുണ്ട്. മതി എന്ന കഥാപാത്രമുണ്ട്. മതി എന്നു പേരായ ഒരു കഥാപാത്രം കൂടെ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് കഥ ഒന്ന് നോക്കാം. രാജാവർ വിദ്രോഹി. ഇവിടെ കുറച്ച് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ടീച്ചറും എന്തോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ നാടകം കളിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് സീനിൽ ഈ കുട്ടികളും സംഭാഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ നടത്തുന്ന കോൺവെർസേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് സീനിൽ നമുക്ക് നാടകം തുടങ്ങുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിനെ കുറിച്ചൊന്ന് മലയാളത്തിൽ പഠിക്കാം. ഓക്കെ, കുറച്ച് കുട്ടികൾ ഇവിടെ നാടകം കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ ഇടയിൽ രാജാവാകുന്നതിനെ കുറിച്ചൊരു തർക്കം നടക്കുകയാണ്. അതായത് ഞാൻ രാജാവാണ് തർക്കം നടക്കുകയാണ്. വലുതും ശക്തിശാലിയുമായതിനാൽ രാജൻ വാശി പിടിക്കുന്നു. അതായത് ഞാൻ രാജാവാകുമെന്ന് രാജൻ വാശി പിടിക്കുന്നു. അതിൻ്റെ ഇടയിൽ മതി പ്രവേശിക്കുന്നു. മതി എന്ന കഥാപാത്രം പ്രവേശിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു. ഏതായാലും രാജൻ രാജാവാകുന്നു, ജിതേൻ മന്ത്രിയുമാകുന്നു, ഉപൻ ന്യായാധിപനാകുന്നു, ബാക്കിയുള്ള കുട്ടികളെല്ലാം സൈനികരും ആകുന്നു. അതായത് സീൻ ഫസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി സീൻ 2, 2ാമത്തെ സീനിൽ. ഇവിടെ 2ാമത്തെ സീനിൽ രാജാവ് സൈന്യാധിപനോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണാം. എന്തിനാത്? രാജാവ് സേനാധിപനോട് ഇതുവരെ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്താത്തതിനാൽ ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് സേനാധിപൻ പറയുന്നു, ശത്രുവില്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന്. ഉടൻ രാജാവ് തന്നെ ഒരു ശത്രുവിനെ കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹേം എന്നു പേരുള്ള വിപ്ലവകാരിയും കുറച്ച് ജനങ്ങളും പ്രവേശിക്കുന്നു.
സൈനാധിപൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവർ പറയുന്നു ആരെയും ഭയപ്പെടുന്നില്ല എന്നും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ മറുപടി നൽകുന്നു. ഒടുവിൽ ഹേം എന്ന വിപ്ലവകാരിയിൽ സൈന്യാധിപൻ ഒരു കള്ളാരോപണം നടത്തി അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. സൈന്യാധിപൻ ഹേമിനെ ഒരു ശത്രുവായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് ഹേമിന്റെ വീടിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കൂട്ടുവായിടുകയായിരുന്നു. ഇതായിരുന്നു ഹേമിന്റെ മേൽ അദ്ദേഹം നടത്തിയ ആരോപണം. ഇങ്ങനെ ഹേമിന് തെറ്റ് സ്വീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹവുമായി യുദ്ധം പ്രഖ്യാപിച്ചു സൈന്യാധിപൻ പോകുന്നു. ഹേമുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് സൈന്യാധിപൻ അവിടെ നിന്ന് പോകുന്നു. അടുത്തത് സീൻ 3, മൂന്നാമത്തെ ദൃശ്യമാണ്. ഇവിടെ മൂന്നാമത്തെ ദൃശ്യത്തിൽ കോടതി മുറിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ജഡ്ജിയൊക്കെയുള്ള കോടതി മുറിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അവിടെ ന്യായാധിപനും ജനങ്ങളും നേർക്കുനേർ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നു. അവർ നേർക്കുനേർ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹേമുമായുള്ള മഹാരാജാവിന്റെ യുദ്ധപ്രഖ്യാപനം എത്രമാത്രം ശരിയാണെന്നാണ് ജനങ്ങളുടെ വാദം. ആ സമയത്ത് സൈന്യാധിപൻ വാദിക്കുന്നു, ശരിയായാലും തെറ്റായാലും രാജാവിന്റെ കൽപ്പന അംഗീകരിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് ന്യായാധിപൻ വാദിക്കുന്നു. ഇതിനിടയിൽ രാജാവ് പ്രവേശിക്കുന്നു. ജനങ്ങൾ രാജാവിനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. രാജകൊട്ടാരത്തിലെ ആന ഉലാത്താനായി റോഡിലിറങ്ങിയപ്പോൾ കൃത്യം അതിന്റെ മുന്നിൽ തന്നെ ഹേം തുപ്പിയിരുന്നു. ഇതാണ് രാജാവിന്റെ ദൃഷ്ടിയിൽ ഹേം ചെയ്ത കുറ്റം. ഇതുകൂടി കേട്ടതോടെ ജനങ്ങൾ ഒന്നടക്കം ഹേമിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് യുദ്ധം ആരംഭിക്കുന്നു. പക്ഷെ ജനങ്ങൾ യുദ്ധത്തിന്റെ കാരണം ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് സൈന്യാധിപനെയും രാജാവിനെയും പ്രതിസന്ധിയിലാക്കുന്നു. യുദ്ധത്തിൽ തോറ്റുപോയെന്നും സൈനികരെല്ലാം ഓടിപ്പോവുകയാണെന്നും സൈനികൻ വന്ന് അറിയിക്കുന്നു. ഹേം സൈനികരുടെ കൂടെ പ്രവേശിക്കുന്നു. ജനങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും രാജാവ് ന്യായാധിപന്റെയും സ്തുതി പാഠകരുടെയും കൊട്ടാരം കവികളുടെയും സഹായം കാത്തു നിൽക്കുകയാണ്. പക്ഷേ ന്യായാധിപന്റെ വാക്കുകളിലൂടെ ഇവരെല്ലാം ഇപ്പോൾ ജനപക്ഷത്താണെന്നറിയുന്നു. രാജാവ് തന്റെ അധികാരം ജനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വിട പറയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാജാവ് വിട പറയാൻ തീരുമാനിക്കുന്നു. രാജാവും സേനാനായകനും യുദ്ധകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നാം യുദ്ധത്തിൽ തോറ്റുവെന്ന് ഒരു സൈനികൻ വന്ന് പറഞ്ഞു. ആരും പിന്മാറില്ലെന്നും അവർക്ക് സമ്മാനം നൽകണമെന്നും രാജാവ് അറിയിച്ചു. ഇതിനിടയിൽ ഹേമും സൈനികരും എത്തി. താങ്കളെ തടവിലാക്കുകയാണ്, ഹേം രാജാവിനോട് പറഞ്ഞു. ജനങ്ങളുടെ ദർബാറിൽ താങ്കൾ കുറ്റക്കാരനാണ്. ജനങ്ങളും അവിടെ എത്തി. രാജാവ് പാപ്പിയാണ്, ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇനി താങ്കൾക്ക് അധികാരമില്ല, കിരീടം അഴിച്ചു വെക്കൂ എന്ന് ന്യായാധിപൻ ഉത്തരവിട്ടു. എന്ത് പറഞ്ഞിട്ടു? ന്യായാധിപൻ കിരീടം കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ന്യായാധിപൻ അതായത് ജഡ്ജി. താൻ കുറ്റക്കാരനല്ലെന്നും തന്റെ മഹത്വം ചാരണന്മാർ പാടുന്നുവെന്നും രാജാവ് പറഞ്ഞു. ഏതായാലും ഒടുവിൽ രാജാവ് ഹേമിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഓക്കെ, ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ചുരുക്ക മലയാള രൂപം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഹിന്ദി വായിച്ചിട്ട് നമുക്ക് അർത്ഥം പഠിക്കാം. എല്ലാവരും നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻ്റ് ഇടണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.